നമസ്കാരം. എഡിസ്റ്റവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഹംസ വധക്കേസിലെ ഒന്നാം പ്രതിയെ ദുബൈയിൽ കണ്ടെത്തി. 26 വർഷത്തിന് ശേഷം പ്രതിയെ തിരിച്ചറിഞ്ഞത് ഹംസയുടെ മകൻ. കൊലപാതകം നടക്കുമ്പോൾ താൻ സൗദി അറേബ്യയിലായിരുന്നുവെന്ന പ്രതി അബ്ദുറഹ്മാൻ മീഡിയ വണ്ണിനോട്. ഇടയ്ക്കിടയ്ക്ക് റംസാനിൽ വരെ എനിക്ക് സ്വപ്നം കാണാറുണ്ട്. അത്ര സ്നേഹമുള്ളവനാണ്. എന്തോ ഏതോ വിധത്തിൽ എന്നെ ഇൻവോൾവ് ആക്കിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് കൂട്ടു നിൽക്കുന്നവനല്ല. ആരെയും പിന്നിലുള്ള എനിക്കറിയില്ലല്ലോ. എത്ര വർഷമായിട്ട് നാട്ടിൽ പോയപ്പോൾ? കുവൈത്തിൽ വിസ ഉൾപ്പെടെയുള്ള രേഖകൾ വ്യാജമായി ഉണ്ടാക്കുന്ന സംഘങ്ങൾ പോലീസ് പിടിയിൽ. ജവാസാത്ത് ഇഖാമ വകുപ്പിന്റെ വ്യാജ സീലുകൾ പിടിച്ചെടുത്തു. വിസയ്ക്ക് 800 ദിനാർ വരെ ഈടാക്കിയിരുന്നതായി പ്രതികളുടെ കുറ്റസമ്മതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട കരാറുകളുടെ തുടർച്ചയ്ക്ക് വഴിയൊരുക്കും. 2010 കരാറുകളിൽ നടപടിയുണ്ടാകും. സ്വതന്ത്ര വ്യാപാര കരാർ പ്രധാന ചർച്ചയാകും. സന്ദർശനം സംബന്ധിച്ച കത്ത് ഇന്ത്യ UAEക്ക് കൈമാറി. റിക്രൂട്ട്മെന്റ് ചട്ടങ്ങൾ ലംഘിച്ചതായി ആരോപിച്ച് സൗദി തൊഴിൽ മന്ത്രാലയം രാജ്യത്തെ വൻകിട കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിച്ചു. 2 മാസത്തിനകം ചട്ടലംഘനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ലൈസൻസ് പിൻവലിക്കും. UAEയിൽ വേനൽക്കാലത്തെ മധ്യാഹ്ന വിശ്രമം അനുവദിക്കാതിരുന്ന 30 കമ്പനികൾക്കെതിരെ നടപടി. വിശദമായ വാർത്തയിലേക്ക്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കാസർഗോഡ് ഷഹനാസ് ഹംസ വധക്കേസിലെ ഒന്നാം പ്രതി പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ ദുബൈയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. കൊലപാതകം നടന്ന 26 വർഷത്തിന് ശേഷം കൊല്ലപ്പെട്ട ഹംസയുടെ മകനാണ് ഇദ്ദേഹത്തെ ദുബൈ ദേരയിലെ പള്ളിയിൽ വെച്ച് കണ്ടെത്തിയത്. കോളിളക്കം സൃഷ്ടിച്ച ഹംസ വധക്കേസിലെ ഒന്നാം പ്രതി പാകിസ്ഥാൻ അബ്ദുറഹ്മാനെ ഇന്ന് ഉച്ചയോടെയാണ് ദുബൈ ദേരയിലെ ഹംറിയ മസ്ജിദിന് സമീപം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ഹംസയുടെ മകൻ നൌഫൽ നാടകീയമായി ഇദ്ദേഹത്തെ കാറിൽ ബന്ദിയാക്കുകയായിരുന്നു. പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ താനാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത്രയും നാൾ കുടുംബത്തോടൊപ്പം ദുബൈയിൽ കഴിയുകയായിരുന്നുവെന്നും അറസ്റ്റ് ഭയന്നാണ് നാട്ടിലേക്ക് പോകാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ബന്ധുവില്ല. ഞാൻ ആ സമയത്ത് ഞാനുള്ളത് മക്കത്ത് ഉംറയിലാണ്. കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റംസാനിൽ വരെ എനിക്ക് സ്വപ്നം കാണാറുണ്ട്. അത്ര സ്നേഹമുള്ളവനാണ്. എന്തോ ഏതോ വിധത്തിൽ എന്നെ ഇൻവോൾവ് ആക്കിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് കൂട്ടു നിൽക്കുന്നവനല്ല. ആരെയും പിന്നിലുള്ള എനിക്കറിയില്ലല്ലോ. എത്ര വർഷമായിട്ട് നാട്ടിൽ പോയപ്പോൾ? ഞാൻ സംഭവം പോയിട്ടേ ഇല്ല. സംഭവത്തിന് ശേഷം നാട്ടിൽ പോയില്ല. അതുകൊണ്ടാണ് കേസിൽ പ്രതിയായി. ഇന്ത്യയിൽ മാത്രമാണ് ഇദ്ദേഹത്തെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. ഇന്റർപോളിന്റെ വാണ്ടഡ് ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ പ്രതിയെ ദുബായ് പോലീസിന് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. 1989 ഏപ്രിൽ 29-നാണ് കാസർഗോഡ് പൊയ്നാച്ചിയിൽ പട്ടാപ്പകൽ ഹംസ വെടിയേറ്റ് മരിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം CBI അന്വേഷിച്ച കേസിലെ മുഖ്യപ്രതിയായ കാസർഗോഡ് സ്വദേശി പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ ഇക്കാലമത്രയും ഒളിവിലായിരുന്നു. 19 പ്രതികളുള്ള കേസിൽ പ്രതികളെ പലപ്പോഴായി പിടികൂടിയതിനാൽ 7 ഘട്ടങ്ങളിലായാണ് വിചാരണ നടന്നത്. 9 പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. 370 കിലോ സ്വർണം ദുബൈയിൽ നിന്ന് മുംബൈയിലേക്ക് കടത്താൻ ഒന്നാം പ്രതി പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ ഹംസയെയായിരുന്നു ഏൽപ്പിച്ചത്. കൂടുതൽ പാരിതോഷികങ്ങൾ ലഭിക്കുന്നതിനായി സ്വർണം കടത്താമെന്നേറ്റ ഹംസയും കേസിലെ സാക്ഷിയായ അബൂബക്കറും വിവരം റവന്യൂ ഇന്റലിജൻസിന് ഒറ്റുകൊടുക്കുകയായിരുന്നുവെന്നും ഇതോടെ ഹംസയെ കൊലപ്പെടുത്താൻ പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും CBI കണ്ടെത്തിയിരുന്നു. പ്രമാദമായ ഹംസ വധക്കേസിലെ 19 പ്രതികളിൽ പലരും നേരത്തെ പിടിക്കപ്പെട്ടെങ്കിലും ഒന്നാം പ്രതി പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ ഇതുവരെ ഒളിവിലായിരുന്നു. CBI അന്വേഷിച്ച കേസിൽ ഇതോടെ ഒരു പുതിയ വഴിത്തിരിവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബൈയിൽ നിന്നും ഹാരിസ് അരിക്കുളം, മീഡിയ വൺ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഹാരിസ് അരിക്കുളമുണ്ട് ദുബൈയിൽ നിന്ന്. ഹാരിസ്, എങ്ങനെയാണ് ഇദ്ദേഹത്തെ എല്ലാവരും തിരിച്ചറിഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു? സായി, ഇന്ന് ഉച്ചയോടെയാണ് കൊല്ലപ്പെട്ട ഹംസയുടെ മകൻ നൌഫൽ ദുബൈയിലെ ദേരയിൽ വെച്ച് ഇദ്ദേഹത്തെ കൊന്ന ഒന്നാം പ്രതിയെ തിരിച്ചറിയുന്നത്. അദ്ദേഹം തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ നാടകീയമായ ചില രംഗങ്ങളിലൂടെ തന്റെ കാറിൽ ബന്ദിയാക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അദ്ദേഹം കാറിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ അദ്ദേഹത്തോട് കേസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രതിപട്ടികയിലുള്ള ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ താൻ തന്നെയാണ്. എന്നാൽ അദ്ദേഹം നിഷേധിച്ചു. തന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഒരു കുറ്റമാണ്, തന്റെ പേരിൽ പ്രതി ചേർക്കപ്പെടുകയായിരുന്നു. എനിക്ക് ആ കേസിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. സംഭവം നടക്കുമ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ ഉംറയിലായിരുന്നു. സംഭവം തന്നെ ഏറെ ഞെട്ടിപ്പിക്കുകയുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, താൻ ഏറെ ബന്ധമുള്ള ആളായിരുന്നു ഇദ്ദേഹം, കൊല്ലപ്പെട്ട ഹംസ.
ഇദ്ദേഹത്തിന് നേരത്തെ ബന്ധമുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ ഈ സംഭവം നടന്നതിനെ തുടർന്ന് തനിക്കേറെ വിഷമമുണ്ടായി. ഇതിനെ തുടർന്ന് തനിക്ക് നാട്ടിലുണ്ടായിരുന്ന വിലക്കിനെ തുടർന്ന് നാട്ടിലെ പോലീസ് CBI പ്രഖ്യാപിച്ച വിലക്കിനെ തുടർന്ന് ഞാൻ നാട്ടിലേക്ക് ഇതുവരെ മടങ്ങിയിട്ടില്ല. മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം നമ്മോട് പറഞ്ഞു. ഈ ഒരു സമയത്തായിരുന്നു ഈ കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. സായി. റൈറ്റ് ഹാരിസ്, ഞാൻ തിരിച്ചു വരാം. കൊല്ലപ്പെട്ട ഹംസയുടെ മകൻ നൗഫൽ, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നൗഫൽ, ഒരുപക്ഷെ താങ്കൾ വളരെ വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്, അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതി കഴിഞ്ഞ കുറേ നാളുകളായി ദുബൈയിലുണ്ട് എന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ താങ്കൾക്ക് ഇദ്ദേഹത്തെ മനസ്സിലായിരുന്നു? ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു പിക്ചറാണ് ഇയാളുടേത്. ഇതിനു മുമ്പ് ഒരു 3 വർഷം മുമ്പ് ഞാൻ അയാളെ ഒരു പ്രാവശ്യം ദേരയിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷെ അയാൾ കാറിലൂടെ ഓടുമായിരുന്നു. എനിക്ക് അയാളെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇയാള് ബ്ലാക്ക് കളർ ഫോർച്യൂൺ കാർ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് എന്റെ മുന്നിലൂടെ പാസ്സാവുമ്പോൾ ഞാൻ അയാളെ ഫോളോ ചെയ്തു. അത് റൗണ്ട് ഓഫ് ഓടുന്ന് ക്രോസ് ചെയ്ത് വന്ന് അയാള് അവിടെയുള്ള അമരിയ മസ്ജിദിൽ വന്ന് അവള് പാർക്ക് ചെയ്തു. അതിന്റെ ബാക്കിൽ കൊണ്ടുപോയി ഞാൻ കാർ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അയാളുടെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, അത് പിടിച്ച് നടക്കുമ്പോൾ ഞാൻ കൺഫേം ഇയാൾ തന്നെയാണ്. അതിനുശേഷം നിസ്കാരം കഴിയോളം ഞാനും നിസ്കരിച്ചു. നിസ്കാരം കഴിയോളം ഞാൻ വെയിറ്റ് ചെയ്തു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അയാളെ വേറെ ഏതോ 2-3 കാസർഗോഡ് ഒരു പയ്യനും ഒരു വയസ്സായ ആൾക്കാരും വേറൊരു കാറിൽ ഇയാൾ കയറിപ്പോയി ഇരിക്കാൻ പോയപ്പോഴേ ഞാൻ എന്റെ വണ്ടി ഓടിച്ച് അയാൾ ബ്ലോക്ക് ചെയ്തിട്ട് കാറിൻ്റെ ഉള്ളിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു. അവിടെ ടോട്ടലി ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ഇന്നാളെ മകനാണ്. ആദ്യം അയാൾക്ക് ഷോക്കായി. അയാൾ നിഷേധിക്കാനും അതുപോലെയൊക്കെ ശ്രമിച്ചു. പിന്നെ ഞാൻ അയാളെ കാറിൽ ഇടിച്ച് സംസാരിച്ചു, ഇതൊക്കെ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഞാനല്ല, നിന്റെ ഉപ്പാനെ കൊന്നത് ഞാനല്ല, ഞാൻ അറിയില്ല, എന്റെ ഹബീബാണ്, എന്റെ അതാണ് ഇതാന്നൊക്കെ അയാൾ പറഞ്ഞു. പിന്നെയും എന്നിട്ടും കുറെ ചോദിക്കുമ്പോ ഞാൻ ചോദിച്ചു അയാളൊരു അനുജനാന്നൊരു ഞങ്ങളുടെ കേസിലൊക്കെ ഇപ്പോ ഇവിടെ ജീവപര്യന്തം അനുഭവിക്കാണ്. ഞാൻ ചോദിച്ചപ്പോ നിങ്ങളെ ബന്ധുക്കളായ അവരൊക്കെ ജീവപര്യന്തം പറഞ്ഞ അവരും ഗ്രൂപ്പുമാണ് ചെയ്തത്, ഞാനല്ല. ഞാൻ വെച്ചാൽ അവരും ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ പറഞ്ഞ അവരും സ്മഗ്ലിംഗ് ഗ്രൂപ്പ്, ഞാനല്ല, ഞാൻ മക്കത്തായിരുന്നു. പച്ചക്കളാന്ന് അയാൾ പറയുന്നത്. പച്ചക്കളാന്ന് അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. നൗഫൽ, നമ്മൾ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ഹാരിസും അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിഷേധിക്കുക തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട്, തന്നെ ഈ കേസിൽ പെടുത്തിയതാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഞങ്ങളോടും പറയുന്നത്. ഗൂഢാലോചന ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെ ഫാമിലി, എന്തുകൊണ്ടാണ് 27 വർഷമായിട്ട് ഇത്രയൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് 27 വർഷമായിട്ട് സറണ്ടർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ ഒളിവിൽ താമസിക്കുന്നത്? എന്തുകൊണ്ട് ID ആയിരിക്കും കൊടുത്തില്ല? ഞാൻ അയാളോട് ID ചോദിച്ചു, നിങ്ങൾ ID എന്താ, നിങ്ങൾ പേര് പറ, ദുബൈയിൽ എന്താ പേരിലാ ഉള്ളത്? എന്നോട് കളവ് പറഞ്ഞു എന്റെ ID ഇല്ല. ബലമായി പിടിച്ചെടുത്ത് ഞാൻ അയാളുടെ ID, അതിലാണ് എനിക്ക് കിട്ടിയ പേര് അബ്ദുറഹ്മാൻ അബ്ദുള്ള. അയാളെ ID-യിലുണ്ട് പേര്. എന്തിനാ കളവ് പറയുന്നത്? എന്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വരാതെ? റൈറ്റ്, അത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നിയമവിദഗ്ധനായ സലാം പാപ്പനശ്ശേരി, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സലാം പാപ്പനശ്ശേരി, ഏകദേശം 25 വർഷത്തോളമായി പ്രമാദമായ ഒരു കേസ് ഇദ്ദേഹം ദുബൈയിൽ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടതാണ്. പക്ഷേ പലതരം തടസ്സങ്ങൾ CBI അന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം നേരിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അദ്ദേഹവുമായി സംസാരിച്ചിരിക്കുന്നു പല ആളുകളും. ഇനി നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും ഇക്കാര്യത്തിൽ? ഇദ്ദേഹത്തിന്റെ വിഷയത്തില് ഈ കേസുമായിട്ട് ഞാൻ വിദഗ്ധമായിട്ട് മനസ്സിലാക്കിയല്ലോ, അറിഞ്ഞ അറിവ് വെച്ച് എനിക്ക് പറയാനുള്ളത്, കേരള പോലീസ് ഇന്റർപോളുമായി ബന്ധപ്പെട്ട് ഇന്റർപോള് UAE ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇദ്ദേഹം പ്രതിയാണെങ്കിൽ ഇദ്ദേഹത്തെ നാട്ടിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സമീപനം ഇല്ലാത്ത സ്ഥിതിക്ക്, അതായത് ഇന്ത്യ ഗവൺമെന്റ് ഇവർക്ക് റിക്വസ്റ്റ് കൊടുക്കാത്തടത്തോളം കാലം UAE നിന്ന് അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്ത. ഇതിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കേസിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് നാട്ടിലുള്ള കേസിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഇദ്ദേഹത്തെ ദുബായിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് നടത്താത്തത് കൊണ്ടായിരിക്കാം ദുബായിൽ നിന്ന് ആളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാകാതിരിക്കുന്നത്. റൈറ്റ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ചയ്ക്ക് വന്നതാണ്, അല്ലെങ്കിൽ എന്നും പരാമർശിക്കപ്പെട്ടുള്ള ഒരു പേരാണ്. CBIയുടെ അന്വേഷണത്തിൽ പോലും ഇയാൾക്കെതിരെ കൃത്യമായ തെളിവുണ്ട് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ
സറണ്ടർ അല്ലെങ്കിൽ ഇത് പുറപ്പെടുവിച്ചിട്ടും ഇതുവരെ കീഴടങ്ങാനും ഇയാൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരം നിയമപരമായ നടപടികൾ CBIയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന് തന്നെയല്ലേ ഇക്കാര്യത്തിൽ നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുക? CBIന്റെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം 2-3 കേസ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. CBIന്റെ റിക്വസ്റ്റ് UAE ഗവൺമെന്റിന് വിട്ടുകഴിഞ്ഞാൽ അവരിവിടെ ഒരു താമസം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിർത്തുന്നില്ല. അവര് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടിയാണ് ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 2 മാസം മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട് ഇത് മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിലേക്ക് ഞങ്ങൾ നടത്തിയൊരു കേസായിരുന്നു. ഡൽഹിയിലേക്ക് ഓൾറെഡി ആളെ കൈകാര്യം ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നൗഫൽ, ഇത്തരത്തിൽ ഇനി ഏകദേശം 25 വർഷത്തോളമായി അദ്ദേഹം ദുബൈയിൽ തന്നെ കഴിയുന്നു. ആ സംഭവത്തിന് ശേഷം നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ ഒരു തരത്തിലും ഇതിൽ കുറ്റക്കാരനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം കീഴടങ്ങുന്നില്ല നിയമത്തിന് മുന്നിലെന്ന്? അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം? നിയമപരമായി ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി CBI ഡിപ്പാർട്ട്മെന്റിനും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇയാളുടെ താമസവും ഇയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കൈമാറിയിട്ടുണ്ട്. അവർ മുമ്പും CBI നമ്മളോട് നന്നായി കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇനിയും കോർപ്പറേറ്റ് ചെയ്യും. അത് ഇയാളെ ഇവിടുന്ന് നാട്ടിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? സാമ്പത്തികമായി ഇദ്ദേഹം ബിസിനസ് തന്നെ ചെയ്യുകയാണോ അതോ ഇപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു, താൻ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇദ്ദേഹം പോകാനുള്ള സാധ്യതയുണ്ടല്ലോ? പിടിക്കപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നില്ല അയാൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ അയാൾ ഒരു പേടിച്ച് ഒളിച്ച് നിൽക്കുകയാണോ എന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഹി ഡൂയിങ് ദ ബിസിനസ് വെരി വെൽ ആൻഡ് കണക്റ്റഡ് ആണ് ആൾക്കാരായിട്ട്. അയാൾ ഫോൺ എന്നെ കാണുമ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ അയാൾ ഒളിപ്പിച്ച് വെക്കുകയാണ് അയാളെ ഫോൺ. ഞാൻ ഫോൺ എടുത്തേക്കണ്ട ആരൊക്കെ ആയിട്ട് കണക്ട് ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് അയാൾ ഫോൺ ഒളിപ്പിച്ച് വെക്കുകയാണ്. ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, എല്ലാം അയാൾ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയൊരു ക്രിമിനലായിട്ട് ഇയാൾ ഇവിടെ ഇത്ര വലിയ ക്രിമിനലായിട്ട് ഇയാളെ ഇങ്ങനെ ഇവിടെ പാർപ്പിക്കുന്നത് തന്നെ വലിയ അപകടമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമടക്കം അവിടെ ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇദ്ദേഹവുമായി കണ്ടതിന് ശേഷം മറ്റാരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ മോഹസിനയിൽ എന്റെ മകന്റെ കൂടെയാണ് താമസം. മകൻ എമിറേറ്റ്സ് എയർലൈൻസിൽ വർക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ വലിയൊരു കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. അതിന്റെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണ്. അവന്റെ സ്പോൺസർഷിപ്പിലാണ് ഞാൻ ഇവിടെ താമസം. ഇപ്പോഴേ മൊഹസിന എന്ന് പറഞ്ഞ് ഷാബിയ ഏരിയയിൽ ആണ് ഞാൻ താമസം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അയാളിന്ന് വീട്ടിലേക്ക് നീ വരണം, അതൊക്കെ എന്നോട് അയാൾ പറഞ്ഞു. നീ വീട്ടിലേക്ക് വരണം. ഞാൻ എന്താ വീട്ടിലേക്ക് വരുന്നത്? ഞാൻ ചെയ്തില്ല, നീ എന്റെ വീട്ടിലേക്ക് വരണം. കാരണം ഇയാൾ നമ്മളൊരു ഫാമിലി റിലേഷൻ ഉണ്ട് ഇയാൾ നമ്മൾ. റൈറ്റ്, ഞങ്ങളുടെ പ്രതി ഹാരിസ് കൂടിയുണ്ട്. ഹാരിസ്, ഇപ്പോഴും നൗഫൽ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇദ്ദേഹം പലതവണ ആവർത്തിക്കുന്നുണ്ട് താൻ ഇക്കാര്യം ചെയ്തിട്ടില്ല, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ എന്തുകൊണ്ട് താൻ നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിട്ടില്ല എന്ന് ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരം എന്താണ്? സായി, നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ താൻ നാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ തന്നെ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് താൻ നാട്ടിലേക്ക് ഇതുവരെ മടങ്ങാത്തത് എന്നാണ് നമുക്ക് നൽകിയ മറുപടി. സ്വാഭാവികമായിട്ടും പ്രതിപട്ടികയിൽ ഒന്നാമത്തെ തന്റെ പേരുണ്ടാവുമ്പോൾ നാട്ടിലെത്തുമ്പോൾ പിടിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങാത്തത്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള കേസുകൾ നേരത്തെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ CBIയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളായിരിക്കും ഇതിന്റെ അടുത്ത ഘട്ടത്തെ നിർണ്ണയിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സായി, റൈറ്റ്, നൗഫൽ, എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നല്ല ഇടപെടൽ ഉണ്ടായി. ഇപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ ഇയാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്തിയിരിക്കുന്നു. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. ഇനി അന്വേഷണ സംഘത്തിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയല്ലേ നിങ്ങളുടെ പ്രതീക്ഷ? തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. റൈറ്റ്, വളരെയധികം നന്ദി നൗഫൽ. ഒപ്പം അഭിഭാഷകനായ സലാം പാപ്പനശ്ശേരി അവസരത്തിൽ പ്രതികരിച്ചതിന് 25 വർഷത്തിലധികമായി പ്രമാദമായ ഹംസ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ ദുബൈയിൽ വെച്ച് കണ്ടെത്തി. അദ്ദേഹം ഒളിവിലാണ് ദുബൈയിൽ കഴിയുന്നത്. ഇനി സർക്കാർ ഇടപെടലാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. ഈ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇവർ ചെയ്യും എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഹാരിസ് ദുബൈയിൽ നിന്ന് നൽകിയത്. ഇന്നത്തെ മിഡിസ്റ്റവർ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.